സച്ചിൻ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ സച്ചിൻ്റെ മകന് ആ ഒരു പ്രശസ്തിയില്ല. സച്ചിൻ്റെ മകൻ എപ്പോഴും ഫ്ലോപ്പ് ആവുകയാണ്. സച്ചിൻ്റെ കഴിവ് കണ്ടിട്ടാണ് ലേലത്തിൽ മുംബൈ ഇന്ത്യൻസ് സച്ചിൻ്റെ മകൻ അർജുനനെ എടുക്കാറ്. പക്ഷേ അർജുൻ എപ്പോഴും കളിക്കളത്തിൽ നിരാശപ്പെടുത്തും. സച്ചിനെ ഒരുപാട് പേര് കളിയാക്കാറുണ്ട്. പക്ഷേ സച്ചിൻ തളരാറില്ല. എന്നാൽ അർജുൻ ടെണ്ടുൽക്കറെ കളിയാക്കിയപ്പോൾ സച്ചിൻ നിരാശനായി. കാരണം സച്ചിൻ അത് സഹിച്ചില്ല. ഇന്നലത്തെ ലേലത്തിലാണ് ഈ സംഭവം നടന്നത്. അർജുൻ ടെണ്ടുൽക്കറിനെ ലേലത്തിൽ വിളിച്ചപ്പോൾ എല്ലാവരും ചിരിച്ചു. ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ ഇന്നലെ 13 വയസ്സുള്ള താരത്തിന് കൊടുത്തത് 1 കോടിയാണ്. എന്നാൽ സച്ചിന്റെ മകനായ അർജുൻ ടെണ്ടുൽക്കറിന് കിട്ടിയത് വെറും 30 ലക്ഷം. ലേലത്തിൽ അർജുൻ ടെണ്ടുൽക്കർ 2 വട്ടം അൺസോൾഡ് ആയി. ലാസ്റ്റ് ഓരോ ടീമുകളും പേരെഴുതി കൊടുക്കണം. അതിലൂടെയാണ് സച്ചിന്റെ മകനായ അർജുൻ ടെണ്ടുൽക്കറെ മുംബൈ ഇന്ത്യൻസ് വാങ്ങിച്ചത്. അത്രയ്ക്കും താരത്തിന് വിലയില്ലാതായി. സച്ചിൻ ഒരു ഇതിഹാസമാണ്. പക്ഷേ സച്ചിന്റെ മകൻ അങ്ങനെയല്ല. അദ്ദേഹത്തിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ഓരോ വർഷവും മുംബൈ ടീം താരത്തെ എടുക്കുന്നുണ്ട്. പക്ഷേ താരത്തിന് കരിയറിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. പക്ഷേ അർജുൻ ടെണ്ടുൽക്കർ മികച്ചൊരു ഓൾറൗണ്ടറാണ്. രഞ്ജി ട്രോഫിയിലെ ആദ്യ കളി തന്നെ താരം സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബൗളിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ IPL-ൽ കത്തിക്കയറാൻ താരത്തിന് സാധിക്കുന്നില്ല. ഇന്നലെ അർജുൻ ടെണ്ടുൽക്കറിനെ ലേലത്തിൽ വിളിച്ചപ്പോൾ എല്ലാവരും ചിരിച്ചു. സഹ ടീമുകളാണ് ചിരിച്ചത്. കാരണം അർജുൻ ടെണ്ടുൽക്കറിനെ വിളിക്കാൻ ആരുമുണ്ടായില്ല. അവസാനം മുംബൈ ഇന്ത്യൻസ് സച്ചിന്റെ ബഹുമാനാർത്ഥമാണ് അർജുനനെ വിളിച്ചെടുത്തത്. അതും 30 ലക്ഷത്തിന്. അതുകൊണ്ടാണ് എല്ലാവരും ചിരിച്ചത്. സച്ചിന്റെ പ്രതിഭ കൊണ്ട് മാത്രം ഒരു താരത്തെ വിളിക്കുന്നത് ശരിയില്ലെന്നാണ് അവർ പറയുന്നത്. കഴിവുണ്ടെങ്കിൽ ഒരു ഇതിഹാസത്തിന്റെ മകനാകണമെന്നില്ല. അദ്ദേഹത്തെ ആരും തന്നെ വിളിക്കും. അതിനുദാഹരണമാണ് ഇന്നലെ രാജസ്ഥാൻ വിളിച്ച 13 വയസ്സുള്ള കുട്ടി. എന്തായാലും സച്ചിന്റെ മകനെ ഒരുപാട് കളിയാക്കൽ ഇന്നലെ നേരിടേണ്ടി വന്നു. ഇത്തവണത്തെ IPL-ൽ അർജുനനെ മുംബൈ ടീം ഇറക്കുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.